മസ്റ്ററിംഗിന് ആവശ്യമെങ്കിൽ ഭവന സന്ദർശനം നടത്തി ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു. അംഗപരിമിതർ, കിടപ്പ് രോഗികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ എന്നിവർക്ക് ആധാർ മസ്റ്ററിംഗ് നടത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ സുരേഷ് ചിമ്മണ്ണാൻ സമർപ്പിച്ച ഹർജി പരിശോധിച്ചതിന് ശേഷമാണ് കമ്മീഷൻ ഇക്കാര്യം നിരീക്ഷിച്ചത്. ഒരു അംഗപരിമിതരായ ഒരാളും അവശ്യ നിലയില് വീൽ ചെയറിൽ കഴിയുന്ന ഒരാളും കിടപ്പ് രോഗികളും ബധിരനും മൂകരായ ആൾക്കാര് ഗവൺമെന്റിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അറിയുന്നില്ല. ഇതുമൂലം അവരുടെ ജീവിതത്തിനും സ്വത്തിനും സമാധാനം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് വീടുകളിൽ ചെന്ന് മസ്റ്ററിംഗ് ചെയ്യണമെന്ന്. എന്റെ അറിവില് ഇതേവരെ വീടുകളിൽ വന്ന് ഗവൺമെന്റ് അധികൃതര് ഇത്തരം വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് അന്വേഷണത്തിന് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുമൂലം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന് വീണ്ടും പരാതി നൽകി. അപ്പൊ കൃത്യമായിട്ട് അംഗപരിമിതരും അതുപോലെ തന്നെ സുഖജാതകൾ എടുക്കുന്ന പൈസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് അനുകൂലമായുള്ള മറുപടിയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. സർക്കാർ തലത്തിൽ ഇപ്പോൾ ഇത്തരം സംവിധാനം നിലവിൽ ഇല്ലെങ്കിൽ കിടപ്പ് രോഗികൾ അടക്കമുള്ള ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക മാനുഷിക പരിഗണന നൽകി ആധാർ മസ്റ്ററിംഗ് നടത്തുന്നതിനും ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിനും മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളാൻ കമ്മീഷൻ ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പ് കൈക്കൊള്ളുന്ന നടപടികൾ കമ്മീഷനെ അറിയിക്കാനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം BK ബീനാകുമാരി ഉത്തരവിട്ടു. NCTV പുതുക്കാട്.